സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിജയത്തെക്കുറിച്ചാണ്. പാഠഭേദം ചുറ്റും നടക്കുന്ന വാർത്തകളെ അധിഷ്ഠിതമായി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ആത്മീയൻ്റെ കാഴ്ചപ്പാടിലൂടെ ഇത്തരം സംഭവങ്ങളെ നോക്കിക്കാണുവാൻ ശ്രമിക്കുന്ന, വചനത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുവാൻ ശ്രമിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പാഠഭേദം. അതുകൊണ്ട് തന്നെ ഇന്ന് പാഠഭേദത്തിൽ ചർച്ച ചെയ്യുവാൻ ഇതിൽ കൂടുതൽ നല്ല ഒരു സബ്ജക്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത്. പൊതുവിലൊരു അഭിപ്രായമുണ്ട്, നമ്മൾ ഈ വിശ്വാസികൾ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും പറയരുത്, മിണ്ടരുത്, ചർച്ച ചെയ്യരുത്. പക്ഷേ ഞാൻ അത്തരത്തിലുള്ള വിശ്വാസിയല്ല. എനിക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ ഒരു വചനം പഠിപ്പിക്കുന്ന വ്യക്തിയുടെ കണ്ണിലൂടെ നോക്കിക്കാണുകയും എൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും എൻ്റെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ ദേശത്ത് ഒരു വലിയ പരിവർത്തനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് ഇന്നത്തെ സംഭവത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞേ മതിയാകുള്ളൂ. CJP കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപിച്ച ആ സമയത്ത് തന്നെ ഞാനൊരു പാഠഭേദം ചെയ്തിരുന്നു. ജെൻസിയുടെ ശക്തിയെക്കുറിച്ചാണ് ചെയ്തത്. നമ്മുടെ സഭകളും നേതാക്കന്മാരും യുവത്വത്തിൻ്റെ ശക്തി എന്താണെന്ന്, പുതിയ ജനറേഷൻ്റെ ശക്തി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അവരെ എഴുതിത്തള്ളാനുള്ള തലമുറയല്ല, കാര്യബോധ്യമുള്ള തലമുറയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു പാഠഭേദം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ജെൻസിയുടെ ഉത്ഭവത്തെക്കുറിച്ചൊന്നും ഇനിയും രണ്ടാമതൊന്നുകൂടെ പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു കാര്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇന്ത്യയുടെ നീതിന്യായ പീഠത്തോട്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയോട് കടപ്പെട്ടവരാണ്, നന്ദി പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒറ്റ ഒരു പ്രസ്താവനയാണ് കാട്ടുതീ പോലെ ഒരു സമൂഹത്തെ അത് ഉണർത്തിവിട്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. CJP കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പാർട്ടിയുടെ സ്ഥാപനം തന്നെ ചീഫ് ജസ്റ്റിസ് തൊഴിലില്ലാത്ത ഏതോ ഒരു വിഭാഗത്തെ, അദ്ദേഹം പറയുന്നു തൊഴിലില്ലാത്ത അല്ലെങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ അഡ്വക്കേറ്റ്സിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നത്. എന്താണെങ്കിലും അങ്ങനെ ഒരു കൂട്ടത്തെ കോക്രോച്ചുകൾ എന്ന് വിളിച്ചത്, ഇന്ത്യയിലെ ജെൻസി തൊഴിലില്ലാത്തവരെ കോക്രോച്ചുകൾ എന്ന് വിളിച്ച ആ ഒരു വിധത്തിൽ അതിനെ കൈകാര്യം ചെയ്ത് വളർന്ന് പടർന്ന് അങ്ങ് കയറുകയാണ് ചെയ്തത്. ഈ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ യുവതയുടെ പ്രശ്നമല്ല, അത് ഭരണകൂടത്തിൻ്റെ പ്രശ്നമാണ്. തൊഴിൽ കൊടുക്കേണ്ടവർ തൊഴിൽ കൊടുക്കാതിരുന്നപ്പോൾ തൊഴിലില്ലായ്മയുണ്ടായി എന്നത് ഈ സമരം ചെയ്ത യുവതയുടെ പ്രശ്നമല്ലല്ലോ. എന്താണെങ്കിലും ആ ഒറ്റ വാക്കിൽ നിന്ന് ഇന്ത്യയിൽ ഒരു കോക്രോച്ച് വിപ്ലവം തന്നെ ഉണ്ടായി. ഇന്ത്യൻ ചരിത്രം എല്ലാ കാലഘട്ടത്തിലും ഈ CJIയുടെ, അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു പ്രസ്താവന ചരിത്രത്തിൽ എഴുതി വെക്കും. അത് ഇന്ത്യൻ ചരിത്രം മറക്കുകയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. CJP കോക്രോച്ച് ജനതാ പാർട്ടി ആണെങ്കിൽ എനിക്ക് തോന്നി ശരിക്കും ഈ മൂവ്മെൻറ്റിൻ്റെ തുടക്കത്തിന് കാരണം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയതുകൊണ്ട് ഈ പാർട്ടിയെ ചീഫ് ജസ്റ്റിസ് പാർട്ടി എന്ന് വിളിച്ചാലും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ ഈ കാണുന്നതെല്ലാം ചരിത്രമാണ്, നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും വഴങ്ങുകയില്ല എന്ന് ശാഠ്യം പിടിച്ച ഗവൺമെൻറ് അവസാനം വഴങ്ങിയിരിക്കുന്നു യുവതയുടെ ശക്തിയുടെ മുമ്പിൽ. ഇതാണ് ശരിക്കും ജെൻസി പവർ എന്ന് പറയുന്നത്. അവരെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് കബളിപ്പിക്കാൻ പറ്റുകയില്ല. ദേ ഹാവ് എ വെൽ ഇൻഫോംഡ് മൈൻഡ്. ശശി തരൂരിൻ്റെ ഒരു പ്രഖ്യാപനമാണ് വെൽ ഇൻഫോംഡ് മൈൻഡ്. നന്നായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ള മനസ്സുകളെ ചതിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കുട്ടികളുടെ കയ്യിൽ ഒത്തിരി വിവരമുണ്ട്. ഈ നോളജ് എക്സ്പ്ലോഷൻ്റെ കാലം, VD സതീശനല്ലേ പറഞ്ഞത്, നോളജ് എക്സ്പ്ലോഷൻ്റെ കാലമാണ്. കുട്ടികളുടെ കയ്യിൽ ധാരാളം ഇൻഫർമേഷൻ ഉണ്ട്. അവരെ വന്നിട്ട് ഒരു മൈക്കൊക്കെ എടുത്ത് ഫ്രണ്ട്സ് എന്നൊക്കെ ഒന്ന് വിളിച്ചാൽ അവർ വഴങ്ങുന്നവരല്ല. അവർക്ക് കാര്യങ്ങൾ നന്നായിട്ട് ബോധ്യപ്പെട്ട ഒരു സമൂഹമാണ് ഈ ജെൻസി എന്ന് പറയുന്നത്. അവരെ പേടിക്കേണ്ടിയിരിക്കുന്നു എന്ന് അവർ തെളിയിച്ചിരിക്കുന്നു. എനിക്കൊരു കാര്യത്തിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ കാലത്തൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് വലിയ ആശങ്കകളായിരുന്നു. ചുറ്റും നടക്കുന്ന സംഭവങ്ങളും വാർത്തകളും ഒക്കെ കാണുമ്പോൾ ഇവിടെ ജനാധിപത്യം ദുർബലപ്പെടുന്നുവോ, ഒരു ഏക പാർട്ടി അല്ലെങ്കിൽ ഒറ്റ പാർട്ടി മാത്രമുള്ള ഒരു ഇന്ത്യയിലേക്ക് പോകുന്നുവോ എന്നൊക്കെ തോന്നിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ ജെൻസി വിപ്ലവം, ഈ CJP എന്ന് പറയുന്ന ഈ മൊമെൻ്റ് എനിക്ക് ഒരു ആശ നൽകിയിരിക്കുകയാണ്. ഈ ടണലിൻ്റെ ഒക്കെ അപ്പുറത്ത് ഞാൻ വെളിച്ചം കാണുന്നുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭാസുരമാകുന്ന ഒരു ഭാവിയുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു വിപ്ലവത്തിലൂടെ, ഇതിൻ്റെ വിജയത്തിലൂടെ ഞാനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോർത്ത് സന്തോഷിക്കുന്നു. സത്യത്തിൽ ഈ CJP പ്രൊട്ടസ്റ്റൊക്കെ നടക്കുമ്പോൾ ഒത്തിരി ആളുകൾ പ്രാർത്ഥിച്ചു ഈ പ്രൊട്ടസ്റ്റ്
നടത്തുന്ന കുട്ടികളെ ഓർത്ത്, അവരുടെ സുരക്ഷയെ ഓർത്ത്, അവരുടെ ന്യായമായ അവകാശങ്ങൾ വിജയിക്കണമെന്നോർത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ചർച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. ഞങ്ങളുടെ ചർച്ചിൻ്റെ മോർണിംഗ് പ്രയറുകളിൽ എല്ലാ ദിവസവും ഞങ്ങളുടെ സഹോദരിമാർ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടക്കുന്ന സമരത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ മാത്രമല്ല, ഉത്തരഭാരതത്തിലെ ഒത്തിരി പാസ്റ്റേഴ്സ് പ്രാർത്ഥിച്ചു. കേരളത്തിലെ പാസ്റ്റേഴ്സും ചർച്ചുകളും പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുവാനുള്ള കാരണം കൊച്ചുകുട്ടികൾ ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് അപകടമുണ്ടാകല്ലേ. കാരണം ലാത്തി ചാർജും പെല്ലറ്റ് ഗണ്ണൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ കുട്ടികൾക്ക് അപകടമുണ്ടാകല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ മക്കളൊക്കെ ഇറങ്ങി നിൽക്കുന്നത് പോലെ ഒരു ചിന്തയാണ് നമുക്കുണ്ടായത്. അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മുടെ കുട്ടികൾ ജയിച്ചു എന്നതുപോലെ ഒരു ഫീലിംഗ് ആണ് ഞങ്ങൾ നോർത്ത് ഇന്ത്യക്കാർക്ക് ഉണ്ടാകുന്നത് എന്ന് ഇടയ്ക്കങ്ങ് പറയുകയാണ്. ഈ ജെൻസി വിപ്ലവത്തെ ഏതോ ഈ വിദേശ ശക്തികൾ, ബാഹ്യശക്തികളൊക്കെ സ്വാധീനിച്ച് ഇന്ത്യയെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഒരു വിപ്ലവമായിട്ടൊക്കെയാണ് ചിലരൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. അതിനെതിരെ പരിഹാസ രൂപേണയും ആളുകൾ സംസാരിച്ചു. അതായത് എത്ര ലിറ്റർ ക്രൂഡ് ഓയിൽ വിദേശത്തു നിന്ന് വാങ്ങണമെന്ന് അമേരിക്കയാണ് ഇന്ത്യക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. അങ്ങനെ വിദേശ മേൽക്കോയ്മയിൽ കഴിയുന്ന ഇവിടുത്തെ നേതൃത്വത്തിന് അവരല്ലേ ശരിക്കും ഈ വിദേശികൾ പറയുന്ന അജണ്ട അനുസരിച്ച് ചലിക്കുന്നവർ, അതോ ഈ ജെൻസി പിള്ളേരാണോ എന്ന് തിരിച്ച് ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കിട്ടും. കാര്യം എന്താണെങ്കിലും ആരോപണങ്ങൾ വളരെ ശക്തമായിരുന്നു. ചിലർ പറഞ്ഞു ഈ വിദേശത്തെ ചൈനയിൽ നിന്നോ US-ൽ നിന്നോ ഒക്കെയാണ് ഇതിന് ഫണ്ട് വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ ഈ ജെൻസി അല്ലേ പാർട്ടികൾ, അവർ ഈ കാര്യങ്ങളെല്ലാം ഫലിത രൂപത്തിൽ, അതായത് ഈ റീലുകൾ വഴിയാണ് കൈകാര്യം ചെയ്യുന്നത്. വിചിത്രമാകുന്ന ഒത്തിരി രസകരമാകുന്ന ഫണ്ണിയായിട്ടുള്ള ചിരിച്ച് തലതല്ലുന്ന ഒത്തിരി റീലുകൾ വന്നു. അതിലൊരു റീലാണ് 3 ചെറുപ്പക്കാർ കൂടിയിട്ട് 3 കപ്പ് ചായ ഒരു ചായക്കടയിൽ നിന്ന് വാങ്ങിച്ചു. എന്നിട്ട് അവർ ഫോൺ ചെയ്യുകയാണ് ആർക്ക്, നമ്മുടെ ഈ ചൈനയിലെ ഭരണാധികാരിക്ക്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളല്ലേ ഈ പറഞ്ഞ ജന്തർ മന്ദിറിലെ പ്രൊട്ടസ്റ്റിനെ ഫണ്ട് കൊടുക്കുന്നത്, ഞങ്ങളൊരു 3 കപ്പ് ചായ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ പൈസ പെട്ടെന്ന് ഇങ്ങോട്ട് ഇട്ട് തരണം എന്ന് പറയുന്ന ഒരു റീല്. അങ്ങനെ എത്ര തമാശകൾ. എനിക്ക് തമാശയ്ക്കപ്പുറമായി ഈ ഒരു കൂട്ടത്തെക്കുറിച്ച് തോന്നിയ ചില നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാതൃകയാക്കേണ്ട ചില നല്ല കാര്യങ്ങൾ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സമരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഒത്തിരി മാലിന്യങ്ങൾ, ചപ്പുകൾ, ചവറുകൾ, പേപ്പറുകൾ, പിന്നെ ഈ യൂസ്ഡ് ബോട്ടിൽ ഇതൊക്കെ ചിതറിക്കിടക്കും. നമ്മുടെയൊക്കെ സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും ഒരു സമരം നടന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്തൊക്കെ മാലിന്യങ്ങളാണ്. നമുക്ക് പഴയൊരു സമരത്തിൻ്റെ ഓർമ്മയില്ലേ, സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും എന്ത് മാലിന്യമാണ് കുമിഞ്ഞുകൂടിയ ഒരു സമരമൊക്കെ ഓർമ്മയില്ലേ? ഇതൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കണമോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സംസ്കാരമുള്ള ഒരു രാജ്യത്ത് ഈ കുട്ടികൾ ചെയ്തത് എന്താണെന്നറിയാമോ? അവർ ആ മാലിന്യങ്ങൾ മുഴുവൻ അവർ തന്നെ പറക്കിയെടുത്ത് ഒരു പ്രത്യേക ഇടവേളയിൽ, അവരുടെ തന്നെ സമരത്തിൻ്റെ ഇടവേളകളിൽ അവർ ഈ മാലിന്യമെല്ലാം പറക്കിയെടുത്ത് വേസ്റ്റ് പിന്നെ കവറുകളിലാക്കി അത് കെട്ടി മാറ്റി സൂക്ഷിച്ച് മുനിസിപ്പാലിറ്റിയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റുകളിലേക്ക് അത് കൊടുത്തയച്ചു. അതൊക്കെ ഭയങ്കര മാതൃകയാണ്. ജെൻസി കുട്ടികളെ അഭിനന്ദിച്ചേ മതിയാകുള്ളൂ. അങ്ങനെയുള്ളൊരു മാതൃകയാണ്. മറ്റൊരു മാതൃകയാണ്, ഇവരെ ലാത്തിയടിക്കാൻ വന്നപ്പോൾ അവർ കൂട്ടമായി നിന്ന് ദേശീയഗാനം ചൊല്ലി, ജനഗണമന ചൊല്ലി. അപ്പോൾ അടിക്കാൻ വന്ന പോലീസുകാരുടെ ലാത്തി നിശ്ചലമായി നിന്നു. കാരണം ജനഗണമന കേൾക്കുമ്പോൾ അറ്റൻഷനായി നിൽക്കണമെന്നുള്ളത് ആരെങ്കിലും ഏതെങ്കിലും പോലീസുകാരനെ പഠിപ്പിക്കണം. അങ്ങനെയൊക്കെയാണ് ഈ കുട്ടികൾ സമരത്തെ നേരിട്ടത്. ഇതിൻ്റെ ഇടയ്ക്ക് ദോഷം പറയില്ലല്ലോ, ഇതിൻ്റെ ഇടയ്ക്ക് ക്രിസ്തീയ വിശ്വാസികളും ഈ സമരത്തിലൊക്കെ പങ്കെടുത്തു. അതിനെ ചിലർ ദുരുപയോഗം ചെയ്യുവാനുള്ള വാർത്തകളാക്കി ഉപയോഗിക്കുവാൻ ശ്രമിച്ചു. അതായത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വിദേശ ശക്തികളുടെ ഇൻഫ്ലുവൻസ് ആണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുന്ന ആളുകൾ. പണ്ട് നേപ്പാളിലൊക്കെ ഈ ജെൻസി വിപ്ലവം ഉണ്ടായപ്പോൾ അത് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് നയിച്ച വിപ്ലവമാണ്, വിദേശ ഫണ്ടിങ് ആണെന്നൊക്കെ പറഞ്ഞ അതേ ബുദ്ധികേന്ദ്രങ്ങൾ തന്നെ ഇപ്പോഴും പറഞ്ഞു ഇതും ക്രിപ്റ്റോ ക്രിസ്ത്യൻസിൻ്റെ വിപ്ലവമാണ്. നമ്മുടെ ചില ക്രിസ്തീയ മാധ്യമങ്ങൾ തന്നെ ജന്തർ മന്ദറിലാണെന്ന് പറഞ്ഞ് നടന്ന ചില സമരങ്ങളുടെ ചില ക്ലിപ്പൊക്കെ കാണിച്ചു. അതായത് ഈ പറഞ്ഞ ക്രിസ്തീയ ഗാനങ്ങളൊക്കെ പാടി സമരം ചെയ്യുന്ന ആളുകൾ. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള വീഡിയോകൾ തെറ്റിദ്ധാരണയാണ് ഉണ്ടാക്കിയത്. കാരണം ഒരു കൂട്ടർ പറയുന്നത് ക്രിപ്റ്റോ ക്രിസ്ത്യൻസിൻ്റെ സമരമാണ്. വിദേശ ഫണ്ടിങ് നിമിത്തം ഇന്ത്യയിലെ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഇറങ്ങിയിരിക്കുകയാണ് ജന്തർ മന്ദറിൽ എന്ന് വാർത്ത പ്രചരിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ചില ചാനലുകൾ അഭിമാനത്തോട് കൊണ്ട് യേശുവിൻ്റെ നാമം പാടി സമരം ചെയ്യുന്നു.
അങ്ങനെയുള്ള വീഡിയോകൾ പ്രചരിപ്പിച്ചത് തന്നെ അറിവില്ലായ്മയാണ്. സത്യത്തിൽ അതൊന്നുമല്ല സംഭവിച്ചത്. ജന്തർ മന്ത്രിൽ എല്ലാ മതക്കാരും വന്നിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ വന്നിട്ടുണ്ട്, ബൗദ്ധമതക്കാർ വന്നിട്ടുണ്ട്, മറാഠികൾ വന്നിട്ടുണ്ട്, ബംഗാളിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അത് ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ്. അവിടെ കമ്മ്യൂണിസ്റ്റുകളുണ്ട്, അവിടെ എല്ലാ വിചാരധാരയിലുള്ള ആളുകളും അവിടെ വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു പരിച്ഛേദമെന്ന് പറയാം. അതെല്ലാം ജന്തർ മന്ത്രിൽ വന്നിട്ടുണ്ട്. കാരണം ജെൻസിക്ക് അങ്ങനെയുള്ള ഒരു വകഭേദമൊന്നുമില്ലാതെ ഈ കുട്ടികൾ ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ് ജന്തർ മന്ത്രിൽ വന്നത്. അവിടുത്തെ വിജയം ക്രിപ്റ്റോ ക്രിസ്ത്യൻസിൻ്റെ വിജയമോ, അവിടുത്തെ വിജയം ബൗദ്ധമതക്കാരുടെ വിജയമോ, അവിടുത്തെ വിജയം ഹിന്ദുക്കളുടെ വിജയമോ, മുസ്ലിങ്ങളുടെ വിജയമോ ഒന്നുമല്ല. ഇന്ത്യക്കാരൻ്റെ വിജയമാണ് നമ്മൾ ഈ ജന്തർ മന്ത്രിൽ കണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, റീലുകളും പിന്നെ ഇങ്ങനെയുള്ള മീംസും ഒക്കെ ആയിട്ടുള്ള വലിയ ഒരു പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. ഇന്ന് വരെ കണ്ട രാഷ്ട്രീയ സമരങ്ങളെ പോലെയല്ല ജെൻസിയുടെ സമരമുറ എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ശരിക്കും ഇനിയും പറയാനുള്ളത്, ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ ഭാവി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി നല്ലതാണ്. ജെൻസിയുടെ യുദ്ധതന്ത്രങ്ങൾ, ജെൻസിയുടെ പോരാട്ടങ്ങൾ ഇനിയും ഭാരതം കാണാൻ പോകുന്നതേയുള്ളൂ. ജെൻസിയുടെ പോരാട്ടങ്ങൾ ഈ പറഞ്ഞ പുതിയ തലമുറയെ തിരിച്ചറിയാത്ത രാഷ്ട്രീയ നേതാക്കന്മാർ ഈ പറഞ്ഞ കള്ളത്തരവും വഞ്ചനയും അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ കൊണ്ട് മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിച്ച് നിർത്തിയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ആ ജനനേതാക്കന്മാർ, ഭരണകൂടങ്ങൾ ജെൻസിയുടെ യുദ്ധതന്ത്രങ്ങൾ അല്ലെങ്കിൽ ജെൻസിയുടെ പോരാട്ടതന്ത്രങ്ങൾ ഇനിയും കാണാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് എനിക്ക് ഈ പാഠഭേദത്തിലൂടെ പറയാനുള്ളത്. ഞാൻ പറയട്ടെ, ഇത് നീറ്റ് പേപ്പർ ചോർച്ചയിൽ ആരംഭിച്ച ഒരു സമരമോ പ്രതിഷേധമോ ഒന്നുമല്ല. ഇതിൻ്റെ പിന്നിൽ ഇതിനു മുമ്പ് തന്നെ ഉടലെടുത്ത കുറേ പ്രശ്നങ്ങൾ ഒന്നിച്ചാണ് ഇന്ന് ഒരു മന്ത്രിയുടെ രാജിയിൽ വരെ കലാശിച്ച ഒരു പ്രതിഷേധമായി അണപൊട്ടി ഒഴുകുവാൻ കാരണമായിട്ടുള്ളത്. നിങ്ങൾ കഴിഞ്ഞ ചില മാസങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതായത് കോക്രോച്ച് ജനതാ പാർട്ടി ഒരിടത്ത് സ്ഥാപിക്കപ്പെടുന്നു. ഐതിഹാസികമെന്ന് പറയാം, അല്ലെങ്കിൽ ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ നമ്മുടെ ഈ ആത്മീയ ഭാഷയിൽ സൂപ്പർ നാച്ചുറൽ എന്ന് പറയാം. കാരണം ഈ പറഞ്ഞ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഒരു പ്രസ്താവന നടത്തുന്നു, അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു പാർട്ടി ഉണ്ടാകുന്നു. ഇത് സൂപ്പർ നാച്ചുറലാണ്. കാരണം ഒന്നുകിൽ ഈ പറഞ്ഞ ദീപക് എന്ന് പറയുന്ന ഈ വ്യക്തിയും CJIയും ഒക്കെ തമ്മിൽ നേരത്തെ തന്നെ പറഞ്ഞൊപ്പിച്ച് നടത്തിയൊരു പ്രസ്താവനയാണെങ്കിൽ മാത്രമേ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു പാർട്ടി രൂപീകരിക്കപ്പെടത്തുള്ളൂ. അതെന്തായാലും ഒരിക്കലും സംഭവിക്കില്ലല്ലോ. അത് അങ്ങനെയല്ലല്ലോ. CJIയും ഈ പറഞ്ഞ ദീപക്കും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം പ്രസ്താവന ഇറക്കി ഉടനെ തന്നെ ഒരു മൊമെൻ്റായിട്ട് ഇത് വളരുന്നത്? അതിൻ്റെ അർത്ഥം ഇതിൻ്റെ പിന്നിൽ ആരോ ഒരാൾ ഡിവൈൻലി സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഭാവി, ഇന്ത്യയുടെ ചരിത്രത്തെ ആരോ ഒരാൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ആ എഴുതിയ എഴുത്തുകാരൻ്റെ ഭാവനയനുസരിച്ച്, കൽപ്പനയനുസരിച്ച് കാര്യങ്ങൾ ഇന്ത്യയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ ചോദിച്ചു, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ CJI അങ്ങനൊരു പ്രസ്താവന നടത്തിയില്ലായിരുന്നെങ്കിൽ ഈ പാർട്ടി ഉണ്ടാകുമായിരുന്നു? വലിയ സംശയം കേട്ടോ. അങ്ങനൊരു പ്രസ്താവന ഇല്ലായിരുന്നെങ്കിൽ ഇത്ര വലിയൊരു മൊമെൻ്റായിട്ട് ഇതൊരിക്കലും വളരത്തില്ല. ഇതുപോലുള്ള രോഷപ്രകടനങ്ങളുണ്ടാകാം, ഇതുപോലുള്ള ജെൻസി സമരങ്ങളുണ്ടാകാം. പക്ഷേ ഈ ജെൻസി സമരത്തെ ഇത്ര ഭയങ്കരമാക്കിയത് ആ ഒറ്റ പ്രസ്താവനയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് സ്വാഭാവികമല്ല, ഇത് മാനുഷികമല്ല, ഇത് ഡിവൈൻലി ഓർഡേൻഡായിട്ടുള്ള ആരോ സൂപ്പർ നാച്ചുറലി സ്ക്രിപ്റ്റ് എഴുതുന്ന പോലുള്ള സംഭവങ്ങൾ. അതിനുശേഷം എന്താ സംഭവിച്ചത്? അതിനുശേഷമാണ് ഈ അയോധ്യയിലെ ചന്ദാചോരി, മന്ദിർ ചോരി, ഈ പ്രശ്നങ്ങൾ പൊങ്ങി വന്നത്. അത് വലിയൊരു പ്രതിഷേധത്തിന് കാരണമായിത്തീരുന്ന അതേ സമയത്താണ് ഈ പെട്രോൾ 20% ഇഥനൈൽ ചേർത്ത പെട്രോൾ കൊടുക്കുവാൻ തുടങ്ങുന്നത്. അത് രാജ്യവ്യാപകമായ പ്രതിഷേധമായി കാണുന്നത്. അതോടൊപ്പം തന്നെയാണ് 3/2 ഭൂരിപക്ഷം ലോകസഭയിൽ ഉണ്ടാക്കാൻ വേണ്ടി തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പല പ്രതിപക്ഷ പാർട്ടികളുടെ MP-മാരെയും കൂറുമാറ്റിക്കൊണ്ട് ഈ പറഞ്ഞ ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ളൊരു ശ്രമം. സത്യത്തിൽ അതെങ്ങനെ ബാക്ക്ഫയർ ചെയ്തെന്നറിയാമോ? അത് ഇന്ത്യ മുഴുവനുള്ള ജനാധിപത്യത്തിൽ വിശ്വസിച്ച ജനാധിപത്യ പ്രേമികളുടെ ഹൃദയത്തെ ദുഃഖിപ്പിച്ചു. അവർക്ക് വലിയ സങ്കടമുണ്ടായി. ഒരുപക്ഷെ ഈ നേതാക്കന്മാർക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചവർ പോലും അവർ മനസ്സിൻ്റെ അകത്ത് പറഞ്ഞു, ഞങ്ങൾ വോട്ട് കൊടുത്തത് ഈ കാര്യത്തിന് വേണ്ടിയല്ല. അപ്പോൾ ജനം മുഴുവൻ ഈ പറഞ്ഞതുപോലെ ഈ പെട്രോൾ, അതുപോലെ തന്നെ ഈ ചന്ദാചോരി, പിന്നെ ഈ പറഞ്ഞ ഡീലിമിറ്റേഷൻ, ഇങ്ങനെയുള്ള ഇഷ്യൂസിൽ ജനം മുഴുവൻ പ്രതിഷേധത്തോടുകൂടെ നിൽക്കുമ്പോഴാണ് നീറ്റ് പേപ്പർ ലീക്ക് ഉണ്ടാകുന്നതും ചെറുപ്പക്കാരൻ CJP എന്ന പാർട്ടി ഇതെല്ലാം കൂടെ വന്ന് ജന്തർ മന്ത്രിൽ ഇത്ര ഒരു വലിയ പ്രതിഷേധമുണ്ടാകുന്നത്. എല്ലാം കൈവിട്ടുപോയി എന്നുള്ളതാണ് സത്യം. ഇന്ത്യൻ ഭരണകൂടത്തിലിരിക്കുന്നവർക്ക് ബുദ്ധി കുറഞ്ഞവരൊന്നുമല്ല. അവർക്ക് ഇതിനൊക്കെ കൈകാര്യം ചെയ്യാൻ
അറിയുന്നവരാണ്. പക്ഷേ ചിലപ്പോൾ ഈ ജെൻസി മുന്നേറ്റത്തിൻ്റെ മുമ്പിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ വാർത്തകൾ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്ന ഒരു ചിത്രം. ഞാൻ പറഞ്ഞല്ലോ, ജെൻസികളുടെ യുദ്ധതന്ത്രം വളരെ വ്യത്യസ്തമായിരുന്നു. ഇപ്രാവശ്യം അവർ ചെയ്തത്, അവരെ അനുകൂലിക്കാത്ത സെലിബ്രിറ്റീസിനെയൊക്കെ അൺഫോളോ ചെയ്യാൻ തുടങ്ങി. ചില വലിയ വലിയ സെലിബ്രിറ്റീസിന് 2 ലക്ഷം 3 ലക്ഷം ഫോളോവേഴ്സാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റിയില്ല, അവരും മിണ്ടാൻ തുടങ്ങി. നമ്മുടെ കേരളത്തിൽ തന്നെ ചില ഈ പറഞ്ഞ സെലിബ്രിറ്റീസിൻ്റെ യൂട്യൂബ് അക്കൗണ്ടൊക്കെ ആളുകൾ അൺഫോളോ ചെയ്യുന്നതും പിന്നെ അവരെയൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നതുമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് കേട്ടോ. ഇത് ജെൻസികൾക്ക് മാത്രം അറിയാവുന്ന ജെൻസി തന്ത്രമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ പാഠഭേദത്തിൻ്റെ ഒരു കൺക്ലൂഷൻ പോലെ പറയുകയാണ്, യുവത്വത്തിൻ്റെ ശക്തിയെ ഇതാ ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അവർക്ക് അത് മനസ്സിലായിരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിലും എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, സഭ എന്ന ജെൻസി ശക്തിയെ തിരിച്ചറിഞ്ഞ് അസാധാരണമായ അവരുടെ ശക്തിയെ ഉപയോഗിക്കും എന്നുള്ള ചോദ്യമാണ്. യുവതയുടെ ശക്തിയെ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പണ്ട് ജോൺ വെസ്ലി അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. എനിക്ക് ഒരു 100 ചെറുപ്പക്കാരെത്താ, 100 ചെറുപ്പക്കാരായ പ്രസംഗകരെത്താ, പാപത്തെ മാത്രം ഭയപ്പെടുന്ന, ദൈവത്തെ മാത്രം സ്നേഹിക്കുന്ന അവരെ കൊണ്ട് ഞാൻ നരകത്തിൻ്റെ പാതാളത്തിൻ്റെ ഗോപുരങ്ങളെ തകർക്കും, ദൈവരാജ്യത്തെ ഈ ഭൂമിയിൽ സ്ഥാപിക്കും എന്ന് പറഞ്ഞ ജോൺ വെസ്ലി. നല്ല 100 ജെൻസി ചെറുപ്പക്കാർ, കർത്താവിനെ സ്നേഹിക്കുന്നവർ ഈ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് വന്നാൽ അവരെ കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ 21-ാം നൂറ്റാണ്ടിലും നമുക്ക് കഴിയും. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരെക്കുറിച്ച് ഇവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ എന്ന് പറഞ്ഞുവെങ്കിൽ, അതുപോലെ 21-ാം നൂറ്റാണ്ടിലും ഒരു 100 ജെൻസി ചെറുപ്പക്കാർ, ജോൺ വെസ്ലി പറഞ്ഞതുപോലെ പാപത്തെ പകയ്ക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന, പാപത്തെ മാത്രം വെറുക്കുന്ന, ദൈവത്തെ മാത്രം ഭയക്കുന്ന ഒരു 100 ജെൻസി ചെറുപ്പക്കാർ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിൻ്റെ ജെൻസി പിള്ളേരെ നിങ്ങൾ കണ്ടില്ലേ? ഒരു ഭരണകൂടത്തെ മുട്ടുകുത്തിച്ച ജെൻസി പ്രകടനം നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് ജെൻസിയുടെ ശക്തി. നമ്മുടെ സഭകൾക്കകത്ത് ഇത്തരം ജെൻസി മക്കൾ എഴുന്നേറ്റ് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവദാസനായ എനിക്ക് അതല്ലാതെ മറ്റ് എന്ത് പറയാൻ? രാഷ്ട്രീയം എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം പുതിയ തലമുറ കർത്താവിന് വേണ്ടി ഇതിലും വലിയ ശക്തിയോടെ എഴുന്നേൽക്കട്ടെ എന്നുള്ളതാണ്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.